ഹായ്, സുഖാണോന്ന് ഞാൻ ചോദിക്കുന്നില്ല. സുഖാണോന്ന് ചോദിച്ചാൽ അതിന് വേറെ കമൻ്റാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ സുഖാണോ എന്നുള്ള വേർഡ് വെട്ടിക്കളഞ്ഞു. അതായത് ഇന്ന് രാവിലെ എനിക്കുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വന്നതാണേ. ഇന്ന് രാവിലെ ഒരു കോള് വന്നു എനിക്ക്. ഞാൻ സൗദിയിൽ നിന്നാണ്. പിന്നെ നിങ്ങളെ വാഷിംഗ് സെൻറ്ററിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഏതോ കസ്റ്റമർ ആയിരിക്കും, അറിയാൻ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. എന്നോടൊരു ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ട്, നല്ല വീഡിയോസാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക്സ്. അപ്പം ഞാൻ പറഞ്ഞു മാറ്റർ എന്താണെന്ന് വേഗം പറഞ്ഞാൽ ഞാൻ വീട്ടിലാണ്, എനിക്ക് ഷോപ്പിലേക്ക് പോകേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്കതല്ല, എനിക്ക് ഈ നിങ്ങളെങ്ങനെ ബിസിനസ് എന്താ എങ്ങനെയാണ് അതിൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞു ചോദിച്ചറിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് ലോണ് സാങ്ഷൻ ആയിട്ടുണ്ട്. ഇപ്പം എത്ര എടുക്കുന്നത് ചോദിച്ചു. 10 ലക്ഷമാണ് പറഞ്ഞു. അയ്യോ, പലിശ കൊടുക്കണ്ടേ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ, എന്നാലും സബ്സിഡി ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് അതെല്ലാം നല്ലത്. എന്തിനാ അങ്ങനെ പലിശ കൊടുക്കുന്നത്, ഞാൻ തരുമല്ലോ 10 ലക്ഷം. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആളെ മനസ്സിലായി. 10 ലക്ഷം ഞാൻ തരാം. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ബിസിനസ് പാർട്ട്ണർ ആക്കാനാണോ ചോദിച്ചു. അല്ല, എനിക്ക് 10 ലക്ഷം ഞാൻ തരാം, 1000 ഉറുപ്പ്യ എന്തെങ്കിലും മാസം ഇങ്ങോട്ട് തന്നാൽ മതി, തിരിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് ആളെ മനസ്സിലായി. പിന്നെ അവന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു എൻട്രിയാണ് ആൾ ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ തമ്മിൽ കണ്ടിക്കില്ല, നമ്മൾ തമ്മിൽ അറിയില്ല, എന്നിട്ട് നീ എങ്ങനെ 10 ലക്ഷം എനിക്ക് തരാം? അല്ല, എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസയാണ്, ഞാൻ വലിയ ബിസിനസ്മാനാണ്, എനിക്ക് 10 ലക്ഷം ഒന്നുമല്ല. ഞാൻ ഉമ്മാനും ഉപ്പാനെയൊക്കെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഉമ്മാനും ഉപ്പാനും ഒന്നും പിടിച്ച് സത്യം ചെയ്യില്ല. ഞാൻ ഒരാളെ വാക്കിലും വിശ്വസിക്കില്ല, സത്യത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് വേണ്ടത് എന്താ, തെളിവാണ്. അതായത് ജെനുവിനാണോ എന്ന് അറിയാൻ ഞാൻ ഒറ്റ കാര്യം എന്നോട് ഇപ്പോൾ ചോദിക്കുന്നുള്ളൂ. നീ ഇന്ന് 10,000 ഉറുപ്പ്യ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട് എന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. 10 ലക്ഷം തരാറുള്ള ആളാണ്. ഞാനിടാം, നമുക്ക് വീഡിയോ കോൾ ചെയ്താലോ? ഞാൻ പറഞ്ഞു വീഡിയോ കോളും ചെയ്യില്ല, ഒന്നുമില്ല. നീ ഇപ്പം ഇങ്ങോട്ട് വിളിച്ച് എന്നോട് പറഞ്ഞല്ലേ, അപ്പം നീ ഒരു കാര്യം ചെയ്യും, 10 ലക്ഷം ഇങ്ങോട്ട് ഇട്, അല്ല 10,000 ഉറുപ്പ്യ നീ ഇങ്ങോട്ട് ഇട്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പം പോയത് ആള് പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ആളുകൾ പെണ്ണുങ്ങളെ വളയ്ക്കാൻ പല കാരണങ്ങളും ഇതിലും വരും. എന്താ വെച്ചാൽ ഞാൻ ഇത് പറയാൻ കാരണം, എൻ്റെ അനുഭവം പങ്കിടാൻ കാരണം, ഇതുപോലെ ഒരുപാട് പെണ്ണുങ്ങൾ, അതായത് ചിലപ്പം നല്ല അച്ചടക്കത്തിലും പിന്നെ നല്ല കുടുംബത്തിൽ നിന്ന് ചിലപ്പം അവർക്ക് അപ്പുണ്ടായ ഒന്നിൽ ഭർത്താവ് മരിച്ചിട്ടോ അല്ലെങ്കിൽ